ഷെഫ് ലിഷൻ. അതൊന്നും തയ്യാറാക്കാൻ പോകുന്ന സിമ്പിൾ മെത്തേഡുള്ള ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ് കുൻഫോ പൊട്ടറ്റോ. കുൻഫോ സിമ്പിൾ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആ കുൻഫോ പൊട്ടറ്റോയുടെ പ്രിപ്പറേഷനോട് പോകാം. കടായിലേക്ക് ഓയിൽ ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് കടായി ഹീറ്റാക്കി ഇടുക. പിന്നെ അതിലേക്ക് നല്ല ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ് കഷ്ണങ്ങളായി കട്ട് ചെയ്ത് അത് ആ ഓയിലിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അധികം ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ലൈറ്റായിട്ട് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കിഴങ്ങ് ഈ ഒരു കളറാകുന്ന രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു വെക്കുക. നമ്മുടെ കിഴങ്ങെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം പിന്നീട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കടായിലേക്ക്. പിന്നീട് അല്പം ചെറുതായി ചോപ്പ് ചെയ്ത് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒതനറ്റിക് ആയ റെസിപ്പിയിൽ ശരിക്കും നമ്മൾ ഫ്രൈഡ് പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ട് ഞാനിവിടെ ചേർക്കുന്നത് കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈഡ് പീനട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നീട് അതിലേക്ക് റെഡ് ചില്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2-3 പീസ് റെഡ് ചില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കുന്നത് ഷെസ്വാൻ പെപ്പർ. ഇതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഈ പെപ്പർ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ കുറച്ച് ഷെസ്വാൻ പെപ്പറും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി വെക്കും. പിന്നീട് ഇതിലേക്ക് റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് ചില്ലി സോസ് ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഒരു 2 മിനിറ്റ് ആ സോസ് നല്ലപോലെ ഒന്ന് കുക്കാക്കുക. അപ്പോൾ നമുക്ക് ഈ 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ജസ്റ്റ് സോസിനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് ക്യൂബ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കവും ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 ഒനിയനും 2 ക്യാപ്സിക്കും ഇതുപോലെ ക്യൂബായി കട്ട് ചെയ്താണ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ആ സോസിലൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസ് അധികം ആകണ്ട, ജസ്റ്റ് കളർ നമുക്ക് വേണം, അതിനുവേണ്ടി കുറച്ച് ഒഴിക്കുക. പിന്നീട് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. പിന്നീട് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഈ ടൈമിൽ. പിന്നീട് അല്പം പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വെച്ചാൽ ഒരല്പം ലൈം ജ്യൂസാണ്. ഒരു ടീസ്പൂൺ അളവിൽ ലൈം ജ്യൂസോടെ ചേർത്ത ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം ചേർത്ത ശേഷം ആ ഗ്രേവി നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് അല്പം കോൺഫ്ലോർ കൂടെ കലക്കി ഒഴിക്കുക. കോൺഫ്ലോർ സൊല്യൂഷൻ കൂടെ ചേർത്ത് ഗ്രേവി ജസ്റ്റ് നല്ലപോലെ തിക്കാക്കി എടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുൻഫോ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്.